ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞങ്ങളിന്നിവിടെ ബട്ടർ പനീർ ഉണ്ടാക്കാൻ പോവാണ്. അതിന് മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. ബട്ടർ പനീർ ആയതുകൊണ്ട് തന്നെ ബട്ടർ വേണം. മല്ലി കഴുകി ഉണക്കി വെച്ചേക്കാണ്, അതുകൊണ്ടാണ് ഈ അരിപ്പയിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ വറ്റൽമുളക്, പിന്നെ കറുകയുടെ ഇല വേണം, കറുവപ്പട്ട വേണം, ഗ്രാമ്പു, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, സവോള, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ബട്ടർ ആദ്യം ചീനച്ചട്ടിയിലിട്ടൊന്ന് ഉരുക്കണം. ഇത് നന്നായി ഉരുക്കി വരുമ്പോഴേക്കും ഇതിനകത്ത് മസാലയെല്ലാം കൂടെ ഇടുക. അത് ചെറുതായിട്ടൊന്ന് ചൂടായി അതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൂടെ ഇടുക. സവാളയുടെ പച്ചക്കുത്തലൊന്ന് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത തക്കാളി ഇടാൻ പറ്റത്തുള്ളൂ. ചെറുതായിട്ട് എൻ്റെ നിറമൊന്ന് മാറിക്കോട്ടെ. സവാളയുടെ നിറമൊന്ന് മാറി വന്നിട്ട് നമുക്ക് നല്ല പഴുത്ത തക്കാളി വേണം ഇതിലേക്ക് ചേർക്കാൻ. നല്ല ചുമന്നിരിക്കുന്ന നല്ല മധുരമുള്ള നല്ല തക്കാളി. നല്ല നിറമില്ലെങ്കിൽ ചെറുതായിട്ട് പുളി കാണും. ഇതിന് ഒത്തിരി പുളിരസം ഉണ്ടെങ്കിൽ കൊള്ളത്തില്ല. ഇനി ഇത് നന്നായിട്ട് വഴറ്റണം. വഴറ്റി സൈഡിലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് അതിൻ്റെ നിറമെല്ലാം മാറും. അപ്പോൾ കുറച്ചേറെ നേരം നമുക്ക് വഴറ്റണം. ഇത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കണം. ഇപ്പം നന്നായിട്ട് തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പം ബട്ടർ ചെറുതായിട്ട് സൈഡിൽ ഇങ്ങനെ എണ്ണ പോലെ കണ്ടോ തെളിഞ്ഞ് വരുന്നത് കാണാം. ആ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇതിൻ്റെ ചൂട് പോകാനായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും കുറച്ച് ബട്ടർ ഇട്ട് ചൂടാക്കി നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് ഇടുക. ബട്ടർ മസാലയ്ക്കകത്ത് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ 1-2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറുതായിട്ട്. ഇതിലേക്ക് പനീറിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് 5 മിനിറ്റ് വരെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്ത് തിളയ്ക്കാനായിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. അവസാനം കുറച്ച് കസൂരി മേത്തി അടുപ്പത്ത് വെച്ച് ചെറുതായിട്ട് ചൂടാക്കി കൈയും വെച്ച് പൊടിച്ച് ചേർക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.